ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 18. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷകനെ കുറിച്ചാണ്. ലൂക്ക അന്ത്യോക്യയിലെ വിജാതീയരായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു. ഏഷ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ വിദ്യാലയം അന്ത്യോക്യയിലായിരുന്നുകൊണ്ട് ലൂക്കിന് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. ഗ്രീസിലും ഈജിപ്തിലും യാത്ര ചെയ്ത് വിജ്ഞാനം പൂർത്തിയാക്കി. പൗലോസ് ലീഹ ട്രോഫാസിൽ നിന്ന് ഫിലിപ്പിയിലേക്ക് പോകും വഴി ലൂക്ക മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. 53-ലോ 55-ലോ ആരംഭിച്ച ഈ ബന്ധം അദ്ദേഹത്തിന്റെ മരണം വരെ നിലനിന്നു. സെസേരയിൽ വെച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും റോമായാത്രയിലും ലൂക്ക അദ്ദേഹത്തെ അനുയാത്ര ചെയ്തിരുന്നു. കൊളോസിയർക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ലീഹ ലൂക്കായെ എന്റെ പ്രിയപ്പെട്ട വൈദ്യ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. ലൂക്കായെ അദ്ദേഹം സഹപ്രവർത്തകൻ എന്നും വിളിക്കുന്നുണ്ട്. ലൂക്ക തന്റെ സുവിശേഷം ആരംഭിച്ചത് 60-ാം ആണ്ടിൽ അക്കയായിൽ വെച്ച് ആരംഭിച്ചു എന്ന് പറയപ്പെടുന്നു. പൗലോസ് ലീഹായുടെ പ്രസംഗങ്ങളെ ആശ്രയിച്ചാണ് ലൂക്ക തന്റെ സുവിശേഷം എഴുതിയത്. എന്നാൽ പൗലോസും ലൂക്കായും ഈശോയുടെ ജീവിത സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളല്ലാതായിരിക്കെ ഈശോയുടെയും യോഹന്നാന്റെയും ബാല്യത്തെ സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗവേഷണ ചാതുര്യം വിശുദ്ധമാക്കുന്നു. മത്തായും മാർക്കോസും നൽകാത്ത ചില സൂക്ഷ്മ വിവരങ്ങൾ ലൂക്ക നൽകിയിട്ടുണ്ട്. ദൈവമാതാവിന്റെ ചിത്രം ആദ്യം വരച്ചത് ലൂക്കായാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ലൂക്ക ഒരു ഭിക്ഷുകരനും ചിത്രമെഴുത്തുകാരനുമാണ്. ദൈവമാതാവിന്റെ സങ്കീർത്തനം ലൂക്ക തന്റെ സുവിശേഷത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു. അതിനാൽ മാതാവിനെ സന്ദർശിച്ചു വിവരങ്ങൾ ശേഖരിച്ചു എന്ന് ചിന്തിക്കുന്നതിൽ അപാകതയില്ല. ലൂക്കായാണ് 3-ാം സുവിശേഷത്തിന്റെയും നടപടി പുസ്തകത്തിന്റെയും ഗ്രന്ഥകാരൻ. രണ്ടും തെയോഫിലസിനെ സംബോധന ചെയ്താണ് പറയുന്നത്. തെയോഫിലസ് ഒരു ചരിത്ര പുരുഷനാണെന്നും അല്ലെന്നും പറയപ്പെടുന്നു. ഒരു തൂലികനാമമാണെന്നും വരാം. എന്തെന്നാൽ ഈശ്വരവത്സലൻ എന്നാണ് ഈ സമജ്ഞയുടെ വാച്യാർത്ഥം. സുന്ദരവും ലളിതവും മധുരഗുണം തുളുമ്പുന്നതുമായ ഒരു ഗ്രീക്ക് ശൈലിയാണ് ലൂക്ക തന്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പൗലോസ് ലീഹയുടെ മരണത്തിന് ശേഷം ലൂക്ക അക്കയായിൽ വെച്ച് സുവിശേഷം പ്രസംഗിച്ചുവെന്നും അവിടെ വെച്ച് മരണപ്പെട്ടു എന്നാണ് പാരമ്പര്യം.